നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ LDC സ്റ്റേജ് 4 എക്സാമിന്റെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അതായത് നമ്മുടെ പാലക്കാട്, ആലപ്പുഴ ജില്ലകൾക്ക് നടന്ന എക്സാം. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഉചിതമായ ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. മാർക്ക് എന്നതിനെ PDUN എന്ന് കോഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സ്കോർ എന്നതിനെ എന്തായിട്ട് കോഡ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. MP ആകണമെങ്കിൽ എത്ര കൂടണം? MP ആകണമെങ്കിൽ 3 കൂടണം അല്ലെ. AD ആകണമെങ്കിൽ എത്ര കൂടണം? എയുടെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്, D എന്ന് പറഞ്ഞാൽ 4 ആണ്, അവിടെയും 3 കൂടണം അല്ലെ. 6U ആവണം, അതായത് 18 21 ആയി, അവിടെയും 3 കൂടിയിട്ടുണ്ട്. KN ആകണം, അവിടെയും 3 കൂടിയിട്ടുണ്ട് അല്ലെ. അപ്പോ എസിന്റെ കൂടെ എന്ത് കൂടും? എസിന്റെ കൂടെ സ്വാഭാവികമായിട്ടും 3 കൂടും അല്ലെ. 19 + 3 22. വീല് തുടങ്ങണം അല്ലെ. വീല് തുടങ്ങാത്ത ഈ D ഓപ്ഷൻ നമുക്ക് അങ്ങ് എലിമിനേറ്റ് ചെയ്യാം. അടുത്ത രണ്ടാമത്തെ C +3 വരുമ്പോ എന്ത് വരും? C എന്ന് പറഞ്ഞാൽ 3 ആണ്, 3ന്റെ കൂടെ 3 കൂട്ടി 6 വരണം. 6 എന്ന് പറഞ്ഞാൽ F ആണ്, അതായത് A ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അടുത്ത നോക്കുക, അടുത്ത O രണ്ടിടത്തും 6 ഉണ്ട്. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഉള്ളത് നോക്കാം. 6 എന്ന് പറയുന്ന 18 ആണ് പ്ലേസ് വാല്യൂ. 18ന്റെ കൂടെ 3 കൂട്ടി നമുക്ക് 21. 21 എന്ന് പറഞ്ഞാൽ U ആണ്, ഓപ്ഷൻ B ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, ക്ലോക്കിലെ സമയം 5:10 ആയാൽ പ്രതിബിംബത്തിലെ സമയം എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. പ്രതിബിംബത്തിലെ സമയം കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? 11:60 നിന്ന് തന്നിരിക്കുന്ന സമയം കുറയ്ക്കണം അല്ലെ. 5:10 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6:50 എന്ന് കിട്ടും. ഓപ്ഷൻ A ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകൾ ഏറ്റവും വലുത് ഏത്? നമുക്ക് കാണുമ്പോൾ തന്നെ പറയാൻ പറ്റും. ഇതെന്ന് പറയുന്നത് എന്താണ്? 2/1 എന്ന് പറയുന്നത് ഒരു വിഷമ ഭിന്നമാണ് അല്ലെ. ബാക്കിയുള്ളതൊക്കെ സാധാരണ ഭിന്നമാണ്. 2/1 ആണ് തന്നിരിക്കുന്നതിൽ വലുത് എന്ന് നമുക്ക് പറയാം. ഓക്കെ. അടുത്ത ചോദ്യം, വീടിന് ചായം തേക്കുമ്പോൾ 24 ലിറ്റർ ചായത്തിന്റെ കൂടെ 3 ലിറ്റർ ടർപ്പന്റെയിൻ ആണ് ചേർത്തത്. 32 ലിറ്റർ ചായത്തിന്റെ കൂടെ എത്ര ലിറ്റർ ടർപ്പന്റെയിൻ ചേർക്കണം എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം. 24 ലിറ്ററിന്റെ കൂടെ 3 ലിറ്റർ ടർപ്പന്റെയിൻ ചേർത്തു അല്ലെ. അപ്പൊ 32 ലിറ്ററിന്റെ കൂടെ എത്ര ചേർക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 32ന്റെ കൂടെ എത്ര ചേർക്കണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. 32 × 3 / 24 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. നോക്കാം. 32 × 3 / 24. 8 കൊണ്ട് വെട്ടാം. 3 8 24, 4 8 32. 3 3 ക്യാൻസൽ ആയി. ഓപ്ഷൻ ബി 4 ലിറ്റർ ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, 3 പെൻസിലിനും 4 പേനയ്ക്കും കൂടി 66 രൂപയാണ് വില. 6 പെൻസിലിനും 3 പേനയും ആണെങ്കിൽ 72 രൂപയും. എങ്കിൽ ഒരു പേനയുടെ വില എത്രയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ഞാനിവിടെ പെൻസിലിന്റെ വില എന്നുള്ളത് X എന്ന് എടുക്കുവാണ്. ഓക്കെ. പെൻസിലിന്റെ വില എന്ന് പറയുന്നത് X, പേനയുടെ വില എന്ന് പറയുന്നത് എന്താണ്? Y എന്ന് എടുക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അതുപോലെ നമുക്ക് എഴുതാം. 3 പെൻസിൽ 3X പ്ലസ് 4 പേന 4Y = 66. 6 പെൻസില് 6X പ്ലസ് 3Y = 72. നമുക്ക് അതിൽ ഒരു വേരിയബിളിനെ ഇക്വേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം? ഈ ആദ്യത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കുറച്ചാൽ മതിയല്ലോ അല്ലെ. ഇപ്പൊ ഈ ഒരു ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ X എന്ന് പറയുന്ന വേരിയബിൾ എലിമിനേറ്റ് ആവും. നമുക്ക് Y യുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ Y യുടെ വാല്യൂ നമുക്ക് അവിടെ കിട്ടും. നമുക്ക് നോക്കാം. ഇവിടെ എന്ത് വരും? 6X 2 കൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ 6X പ്ലസ് 8Y = 132 മൈനസ് 6X പ്ലസ് 3Y. 6X പ്ലസ് 3Y = 72. ഇതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ 60, ഇവിടെ 5Y
5y is equal to 60 എന്ന് കിട്ടി. അതായത് y-യുടെ വാല്യൂ എന്ന് പറയുന്നത് 60 ഡിവൈഡഡ് ബൈ 5 is equal to 12 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, തീവണ്ടിയിൽ 360 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യുവാൻ 4 മണിക്കൂർ 30 മിനിറ്റ് എടുത്തു എങ്കിൽ തീവണ്ടിയുടെ ശരാശരി വേഗം എത്രയാണ്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ് ആണ് അല്ലെ? സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 360 കിലോമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. 360 കിലോമീറ്റർ. ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 4 മണിക്കൂർ 30 മിനിറ്റ്. 4 മണിക്കൂർ 30 മിനിറ്റ്. ഈ മിനിറ്റിനെയും കൂടി മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താവും? 4.5 മണിക്കൂർ എന്ന് കിട്ടും അല്ലെ? അപ്പം 360 ഡിവൈഡഡ് ബൈ 4.5 ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ ആയി ദാറ്റ്സ് ഈക്വൽ ടു 3600 ഡിവൈഡഡ് ബൈ 45 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8 തവണ 80 കിട്ടും അല്ലെ? ഈക്വൽ ടു 80 കിലോമീറ്റർ പെർ അവർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. 2, 3, 4, 5. 2 ഒരു പ്രൈം നമ്പർ ആണ്, 3 ഒരു പ്രൈം നമ്പർ ആണ്, 5 ഒരു പ്രൈം നമ്പർ ആണ്, 4 എന്ന് പറയുന്നത് പ്രൈം നമ്പർ അല്ല. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, 2 സംഖ്യകൾ ആദ്യത്തേത് രണ്ടാമത്തേതിന്റെ 5 ഇരട്ടിയാണ്. സംഖ്യകളുടെ തുക 96 ആയാൽ ചെറിയ സംഖ്യ ഏത്? സംഖ്യ എന്നുള്ളത് ഞാൻ എക്സ് എന്ന് എടുക്കുകയാണ്. അപ്പോ എക്സ് പ്ലസ് 5x. സംഖ്യ ആദ്യത്തെ സംഖ്യ എക്സ് എന്നും രണ്ടാമത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ 5 ഇരട്ടി 5x. ഇതിന്റെ സം എന്ന് പറയുന്നത് എത്രയെന്നാ തന്നേക്കുന്നേ? 96. അതായത് 6x-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 96 ആണ്. എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 96 ഡിവൈഡഡ് ബൈ 6 ദാറ്റ്സ് ഈക്വൽ ടു 16. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് 300 മീറ്റർ തെക്കോട്ട് നടന്ന് പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ പോയ ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 200 മീറ്റർ സഞ്ചരിച്ച് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ നടന്നാൽ അയാൾ വീട്ടിൽ നിന്നും ഏത് ദിശയിൽ എത്ര അകലെയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമുക്ക് ആദ്യമേ ആ ഡയറക്ഷൻ ഒന്ന് വരയ്ക്കാം. വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ് അല്ലെ? ഇനി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പോലെ ഡയറക്ഷൻസ് വരയ്ക്കാം. ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് 300 മീറ്റർ തെക്കോട്ട് നടന്നു. അപ്പം ഇതാണ് വീട് എന്നുണ്ടെങ്കിൽ ഈ വീടിൽ നിന്ന് 300 മീറ്റർ തെക്കോട്ട് നടന്നു. 300 മീറ്റർ തെക്കോട്ട് നടന്നു. പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ പോയ ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ സഞ്ചരിച്ചു. ഇടത്തോട്ട് തിരിഞ്ഞ് എന്താണ്? 100 മീറ്റർ സഞ്ചരിച്ചു. വലത്തോട്ട് തിരിഞ്ഞ് 200 മീറ്റർ സഞ്ചരിച്ചു. അതിനുശേഷം 100 മീറ്റർ പോയതിനു ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 200 മീറ്റർ സഞ്ചരിച്ചു. വലത്തോട്ട് തിരിഞ്ഞ് 200 മീറ്റർ സഞ്ചരിച്ചു. 200 മീറ്റർ സഞ്ചരിച്ചു. അതിനുശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ നടന്നാൽ ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ നടന്നു. അയാൾ വീട്ടിൽ നിന്നും ഏത് ദിശയിൽ എത്ര അകലെയാണ്? അപ്പൊ ഇവിടുത്തെ അകലെയുള്ളതെന്ന് പറയുന്നത് എത്രയാ? 300-ഉം ഈ 200-ഉം കൂടെ ചേർത്ത് 500 മീറ്റർ. ഏത് ദിശയിലാണ്? തെക്കോട്ടാണ് അല്ലെ? തെക്കോട്ടാണ്. അപ്പൊ 500 മീറ്റർ തെക്ക്. ഓപ്ഷനിലില്ലല്ലോ. ഓപ്ഷനിൽ ഇത് 600 മീറ്ററിന് പകരം 500 ആണ് തരാനുള്ളത്. ഓക്കെ, ഓപ്ഷന്റെ മിസ്റ്റേക്ക് ആണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, അതായത് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ചോദ്യമാണ്. 4 വർഷം മുമ്പ് റഹീമിന്റെ പ്രായം രാമുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങായിരുന്നു. 2 വർഷം കഴിയുമ്പോൾ ഇത് 2 മടങ്ങാകുമെന്നാൽ രാമുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഏജ് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ നമുക്ക് റേഷ്യോ മെത്തേഡിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് എന്ന് നോക്കാം. 4 വർഷം മുൻപ് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതിനടുത്ത് ഞാൻ ഇവിടെ -4 എന്ന് കൊടുക്കുകയാണ്.
ഇനി റഹീമിന്റെ പ്രായം രാമുവിന്റെ പ്രായത്തിനേക്കാൾ 3 മടങ്ങായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? റഹീമിന്റെ പ്രായം എന്ന് പറയുന്നത് രാമുവിന്റെ പ്രായത്തിനേക്കാൾ 3 മടങ്ങായിരുന്നു. അതായത് രാമുവിന്റെ പ്രായം എന്ന് പറയുന്നത് 1 എന്നുണ്ടെങ്കിൽ റഹീമിന്റെ പ്രായം എന്ന് പറയുന്നത് 3 മടങ്ങ് 3 എന്ന് എഴുതാം അല്ലെ. അതായത് 4 വർഷം മുമ്പ് രാമു റഹീം റേഷ്യോ എടുക്കുവാണ്. ഓക്കെ, രാമു 1 എന്നുണ്ടെങ്കിൽ റഹീമിന്റെ പ്രായം എന്ന് പറയുന്നത് എത്രയാണ്? 3 റേഷ്യോയിൽ. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? 2 വർഷം കഴിയുമ്പോൾ, 2 വർഷം കഴിയുമ്പോൾ എന്നുള്ളതിന് ഞാനിവിടെ +2 എന്ന് എടുക്കുവാണ്. ഇത് 2 മടങ്ങാകും. 2 മടങ്ങാകും എന്ന് പറഞ്ഞാൽ രാമു 1 എന്നുണ്ടെങ്കിൽ റഹീം എത്രയാവും? 2 ആകും. ഇനി ശ്രദ്ധിക്കുക, ഈ റേഷ്യോ മെത്തേഡ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യമേ നമ്മൾ ഈ റേഷ്യോന്റെ ഹൊറിസോണ്ടൽ ഡിഫറൻസ് ചെക്ക് ചെയ്യും. എന്താ? ഹൊറിസോണ്ടൽ ഡിഫറൻസ് ചെക്ക് ചെയ്യും. 1ഉം 3ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 1ഉം 3ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ് അല്ലെ. ഇവിടെ 1ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 1ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. ഈ ഡിഫറൻസ് സെയിം ആക്കണം. സെയിം ആക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? ഈ റേഷ്യോന്റെ ഹൊറിസോണ്ടൽ ഡിഫറൻസ് കൊണ്ട് ഈ റേഷ്യോനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടുത്തെ ഹൊറിസോണ്ടൽ ഡിഫറൻസ് കൊണ്ട് ഈ റേഷ്യോനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് പുതിയ റേഷ്യോ കിട്ടും. ബാക്കി ഈ കണക്ക് ഫുള്ള് ചെയ്യുന്നത് ആ പുതിയ റേഷ്യോന്റെ ബേസിസിലായിരിക്കും. പുതിയ റേഷ്യോ എന്ന് പറയുന്നത് എന്ത് വരും? 1:3. 1:3. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2:4. ഇവിടെ എന്താ? ഇവിടെ ഹൊറിസോണ്ടൽ ഡിഫറൻസ് സെയിം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വെർട്ടിക്കൽ ഡിഫറൻസും സെയിം ആയിട്ടുണ്ട്. എത്ര വർഷം കഴിഞ്ഞാലും 2 പേരുകളുടെ ഏജുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരുപോലെ തന്നെയായിരിക്കും അല്ലെ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താ? 3ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 1. അതായത് 1 യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്? 4 വർഷങ്ങൾക്ക് മുൻപും 2 വർഷങ്ങൾക്ക് ശേഷവും. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? -4ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 6 ആണ് അല്ലെ. 4 വർഷം മുമ്പും 2 വർഷം ശേഷവും. അപ്പം 1ന്റെ വാല്യൂ എന്ന് പറയുന്നത് 6 എന്ന് കിട്ടും. 1ന്റെ വാല്യൂ എത്രയാണ്? 6. ഇപ്പോഴത്തെ പ്രായം എന്ന് പറയുന്നത് എന്താണ്? രാമുവിന്റെ ഇപ്പോഴത്തെ പ്രായം എന്ന് പറയുന്നത് 2 യൂണിറ്റ് ആണ്. അതായത് 2 × 6 12 വയസ്സാണ്. 2 വർഷങ്ങൾക്ക് ശേഷമുള്ള വയസ്സെന്ന് പറയുന്നത്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ വയസ്സാണ്. ഇത് 2 വർഷങ്ങൾക്ക് ശേഷമുള്ള വയസ്സ്. ഇപ്പോഴത്തെ വയസ്സെന്ന് പറയുന്നത് ഇതിൽ നിന്ന് 2 കുറയ്ക്കുക 10 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് മറ്റൊരു ദിവസം കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.